ഹലോ ഫ്രണ്ട്സ്, ഷെഫിനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് പയ്യോളീൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. നല്ല അടിപൊളി സ്ഥലമെന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാം. പയ്യോളിയിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡ് റോഡ് കയറി അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. റൈറ്റ് അല്ലേ ലെഫ്റ്റ്? ലെഫ്റ്റാന്ന് തോന്നുന്നു. അല്ല, റൈറ്റാ. ഇങ്ങനെയല്ല വന്നേ? ഇങ്ങനെയാ വന്നിന്. റൈറ്റിലല്ല, അങ്ങനെ ഇങ്ങോട്ടാ വന്നിന്. റൈറ്റ് സൈഡാന്ന് കയറി. ലെഫ്റ്റാന്ന് പോകുമ്പോ നോക്കാം. എന്നാ പോകുമ്പോ നോക്കാം. റൈറ്റ് സൈഡ് കയറി. അപ്പൊ കുറച്ച് ദൂരം ഇങ്ങനെ വന്ന്. അപ്പൊ ഷിഫ പറഞ്ഞ് ഇരുൾക്ക് പോയൊന്നുമില്ല. ഫുള്ള് തെങ്ങ്. ഞാൻ അവരോട് ചോദിച്ച്, കുട്ടികളുണ്ട് അവിടെ. അപ്പൊ അവരോട് ചോദിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാ. കുട്ടികൾ പറഞ്ഞ് കുറച്ചും കൂടി ദൂരെ പോയാല് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളി വൈബാന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇൻഷാ അല്ലാഹ്. തോപ്പെല്ലായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ് ഉണ്ട് കാണാൻ. എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ പൊളിയാ, നല്ല രസമുണ്ട്. നല്ല മനോഹരമായ പുഴ തന്നെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഏതായാലും നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊന്ന് പോകാം. ഈ പുഴയുടെ നടുക്കൊരു റെസ്റ്റോറൻറ്റ്. ഒരുപാട് സ്ഥലത്ത് ഐ ലവ് അകലാപ്പുഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ അകലാപ്പുഴയെ അത്രയും സ്നേഹിക്കുന്ന നാട്ടുകാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇത് കണ്ട ആദ്യം അങ്ങനെ നമ്മുടെ അകലാപ്പുഴ എന്ന് പറഞ്ഞിട്ട് നല്ല എന്താ വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള പുഴ. നമ്മൾ അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് പോകേണ്ടതെന്നു വിചാരിച്ചാൽ അകലാപ്പുഴേൻ്റെ നടുക്ക്, അതായത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ബോട്ടിങ് ഉണ്ട്, അത് നമ്മൾ പൈസ കൊടുക്കണം. ഇവിടുന്ന് അവരെ തന്നെ ബോട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കി നോക്കാം എങ്ങനെയല്ലാന്ന് സംവിധാനം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അകലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലം തന്നെ കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളൊക്കെ അവിടെ പോയിട്ട് വരാം. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. അതായത് ബോട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവർ, ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പുഴേൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ആസ്വദിച്ചിട്ട് മതിയായിട്ടില്ല. കുറേ സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ആ പുഴ നോക്കിയിരുന്നു. എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് പുഴ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പുഴയുടെ നടുക്കായിട്ട് അതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ആളായാലേ പോവും. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പം ബോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ അവരെ വക ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരിപ്പം ബോട്ടിങ് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. അങ്ങനെ ബോട്ടിന് കാത്തു നിന്ന് ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഞാനിങ്ങനെ ഫോൺ നോക്കലാന്ന്. അപ്പോൾ ഫ്രീ ടൈം എപ്പോൾ എനിക്ക് കിട്ടിയോ അപ്പോൾ എനിക്ക് ഫോൺ നോക്കണം. അങ്ങനെ നമുക്ക് വരുന്ന ബോട്ട് ഈ സൈഡാണ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. നമുക്ക് പോകേണ്ട ബോട്ടാന്നാണ് വരുന്നത്. അപ്പം പുഴേൻ്റെ മൊഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മൊഞ്ചാട്ടാ. ഒന്ന് പോയി കാണണ്ട ഇനി എല്ലാവരും. എന്ന് വെച്ചാൽ എന്തോ ഒരു ഭയങ്കര ചൊങ്കുള്ള പുഴയോളം മൊഞ്ച്, അങ്ങനെ പെണ്ണിനെ വർണ്ണിച്ചിട്ടുള്ള പാട്ടുകളല്ലേ. അപ്പോൾ അങ്ങനെ അത്രയും മൊഞ്ചുള്ളൊരു പുഴ. എനിക്ക് ഭയങ്കര സമയം. ഇതാ മക്കളെ 3:20 ബസ് തിന്നിട്ടില്ല. അവരോട് പറഞ്ഞ വയസ്സ് മനസ്സിലാവുന്നുണ്ടാ. നമ്മൾ ഒരുപാട് ടൈം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആയിപ്പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റുള്ളത് കൊണ്ട് ബോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ നല്ല വിശപ്പ്. നമ്മൾ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടുന്ന് കഴിക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ എങ്ങനെയെല്ലാം കൂടി ബോട്ടിൽ കയറി നോക്കുമ്പോൾ ആ ഒരു പുഴേൻ്റെ മൊഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിട്ട് എന്തൊരു മൊഞ്ചാന്നാ.
ഈ ഒരു അകലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നാണ്. അപ്പോൾ അത്രയും പിന്നെ കുട്ടനാടിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും മൊഞ്ചുള്ള ഒരു പ്ലേസാണ് അകലാപ്പുഴ എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, ഇപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അകലാപ്പുഴ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റ് മാനേജറാണ് ഇവർ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നമുക്ക് വെൽക്കം ഡ്രിങ്കുമായിട്ട് അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ പിന്നെ വിശന്നിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭംഗി കാണുന്നില്ല, നല്ല എന്ത് രസമാണ്. അതായത് പാലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുഴേൻ്റെ ഫീലിങ്ങോ എന്തല്ലോ, നല്ല എന്താ പറയേണ്ടത്, അത്രയും നല്ലൊരു ഫീലിങ്, മനസ്സിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മളെ പിന്നെ ഓർഗാനിക് ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ ഫുള്ള് ചുറ്റിക്കറങ്ങി. നമുക്കിപ്പോൾ ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ ബുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും, അതായത് സ്റ്റേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, പാർട്ടിക്ക് നമുക്കൊരു പിന്നെ ഗെറ്റ് ടുഗദർ അങ്ങനെ ഇങ്ങനെയെല്ലാം വെക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേങ്കിൽ കോഴിക്കോടായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്രയും എന്താ പറയേണ്ടത്, പിന്നെ നമുക്ക് ഇരുന്നിട്ട് കാറ്റ് കൊള്ളാനും എല്ലാം പറ്റിയ ഒരു പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അകലാപ്പുഴ ഓർഗാനിക് ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമുക്ക് പിന്നെ ഇതിൽ ഇരുന്നു കൊണ്ട് പുഴേൻ്റെ ചുറ്റും നമുക്കിങ്ങനെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇതിൽ അധികം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ പണ്ട് കാലത്ത് കാണുന്നത് പോലെ മുള, പായ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയൽ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് രാത്രിക്ക് കാണാൻ അത്രക്ക് പൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ അതൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇരുന്നാടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാൽ, അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഈ പാലമൊക്കെ കടന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറവും ഇപ്പുറത്തുനിന്ന് അപ്പുറവും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് മേലെ കയറിയാൽ ഇങ്ങനെ, അതായത് നമുക്ക് ഇരുന്നിട്ട് പിന്നെ സംസാരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമുണ്ട്. അങ്ങനെ അത്രയോ എന്താ പറയുക, നല്ല ഒരു ഫീലിങ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിന് എന്താ പറയുക നല്ല ഒരു രസമുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പിന്നെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയാണ്. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനായാലും എല്ലാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഷിഫ പറഞ്ഞ് പിന്നെ ഓക്ക് ചിക്കൻ്റെ പിന്നെ അൽഫാം മതി എന്നാറ്റാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് എന്തായാലും പുഴയുടെ നടുക്ക് പോയി കഴിക്കുമ്പോൾ എനിക്ക് എന്തായാലും കരിമീൻ വേണം എന്ന് വെച്ചാൽ കരിമീൻ പിന്നെ തിന്നണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഞാൻ കരിമീനെ വാങ്ങിയിട്ടുണ്ടായിന്, കരിമീനും പൊറോട്ടയും. ഷിഫ അൽഫാമാണെന്ന് എനിക്ക് തോന്നുന്നത്, അൽഫാമും പിന്നെ ബട്ടർ നാനും തോന്നും വാങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് കഴിക്കലാണ്. ഇത് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പൊരിഞ്ഞ കരിമീൻ, അത് അതിൻ്റെ മസാലയെല്ലാം ഇലയിലൊക്കെ ആക്കിയിട്ട്, അപ്പോൾ നമുക്കിങ്ങനെ പുഴേൻ്റെ നടുക്കുന്ന അങ്ങനെ തിന്നുമ്പോൾ അതൊരു നല്ല രസം തന്നെയല്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഓൾറെഡി ടൈം പിന്നെ എന്താ വെച്ചാൽ ലേറ്റും ആയല്ലോ, ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. നല്ല എന്താ പറയുക, നല്ല വയറ് നിറഞ്ഞു. എന്ന് വെച്ചാൽ അത്രയും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പിന്നെ അപ്പുറത്തായിട്ട് ഇപ്പോൾ എന്തോ പിന്നെ അക്വാറിയം വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ വേറെ അവിടെ അവർ കോഴി പിന്നെ താറാവൊക്കെ വളർത്തുന്നുണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട്. അപ്പോൾ പിന്നെ ഓർഗാനിക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും വിലപ്പെട്ടതാണ്. താങ്ക് യു.